അധ്യായം 12. രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ഷെഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ഷെഖേമിൽ ചെന്നു. നെബാത്തിന്റെ മകനായ യോരെബയാം മിസ്രയീമിൽ അത് കേട്ടാറെ ശലോം രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യെരോബയാം മിസ്രയീമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു. യെരോബയാമും ഇസ്രായേൽ സഭയൊക്കെയും വന്നു രഹബയാമിനോട് സംസാരിച്ചു. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു തരേണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ പോയി 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ജനം പോയി. രഹബയാം രാജാവ് തന്റെ അപ്പനായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നദ്ധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ച്, ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ അവനോട്, നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു. തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു. നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നുകം ഭാരം കുറച്ചു തരേണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് അവരോട് ചോദിച്ചു. അവനോടുകൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട്, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു. നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട്, എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു. 3-ാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതുപോലെ യെരോബയാമും സകല ജനവും 3-ാം ദിവസം രഹബയാമിന്റെ അടുക്കൽ ചെന്നു. എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു. യൗവനക്കാരുടെ ആലോചന പോലെ അവരോട്, എന്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശിലോന്യനായ അഹീയാവ് മുഖാന്തരം നെബാത്തിന്റെ മകനായ യെരോബയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ ജനം രാജാവിനോട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്ത് ഓഹരിയുള്ളൂ? യിശ്ശായിയുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ. ഇസ്രായേലെ, നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊള്ളുവിൻ. ദാവീദേ, നിന്റെ ഗൃഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യർക്കൊക്കെ രഹബയാം രാജാവായി തീർന്നു. പിന്നെ രഹബയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു. എന്നാൽ ഇസ്രായേലൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രഹബയാം രാജാവോ വേഗത്തിൽ രഥം കയറി യെരുശലേമിലേക്ക് ഓടിപ്പോന്നു. ഇങ്ങനെ ഇസ്രായേൽ ഇന്നുവരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു. യെരോബയാം മടങ്ങിവന്ന് എന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ച് അവനെ സഭയിലേക്ക് വിളിപ്പിച്ച് അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. യഹൂദാഗോത്രം മാത്രം അല്ലാതെ മറ്റാരും ദാവീദ് ഗൃഹത്തിന്റെ പക്ഷം ചേർന്നില്ല. രഹബയാം യെരുശലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്ത് രാജ്യത്വം ശലോമോന്റെ മകനായ രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദാഗൃഹം മുഴുവനിലും ബെന്യാമീന്റെ ഗോത്രത്തിലും നിന്ന് ശ്രേഷ്ഠയോദ്ധാക്കളായ 1,80,000 പേരെ ശേഖരിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശെമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ശലോമോന്റെ മകനായി യഹൂദരാജാവായ രഹബയാമിനോടും യഹൂദായുടെയും ബെന്യാമീന്റെയും സകല ഗൃഹത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ പുറപ്പെടരുത്. നിങ്ങളുടെ സഹോദരന്മാരെ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയുമരുത്. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാടനുസരിച്ച് യഹോവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി. അനന്തരം യെരോബയാം എഫ്രയീം മലനാട്ടിൽ ഷേഖോം പണിത് അവിടെ പാർത്തു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെനുവേലും പണിതു. എന്നാൽ യോരെബയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദ് ഗൃഹത്തിനായി പോകും. ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്കിലേക്ക് തിരികെയും
അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ രെഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരുശലേമിൽ പോയതു മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. യഹൂദായിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യോരേബെയാം 8-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. യാഗപീഠത്തിങ്കൽ ചെന്ന് താൻ ഉണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബേഥേലിലും അങ്ങനെ തന്നെ ചെയ്തു. താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേഥേലിലാക്കി. അവൻ സ്വമേധയായി നിശ്ചയിച്ച 8-ാം മാസം 15-ാം തീയതി താൻ ബേഥേലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു. പീഠത്തിനരികെ ചെന്ന് ധൂപം കാട്ടി.